സർവീസിൽ നിന്നും വിരമിച്ച ഡോക്ടർ പി മുരളിയെ വീണ്ടും മിൽമയുടെ എംഡിയായി നിയമിച്ചതിൽ പ്രതിഷേധം. എംഡിയെ പുറത്താക്കണമെന്ന് INTUC-യും CITU-യും ആവശ്യപ്പെട്ടു. പണിമുടക്ക് തുടർന്നാൽ സംസ്ഥാനത്ത് പാൽ വിതരണത്തിൽ പ്രതിസന്ധി നേരിടും. 58 വയസ്സ് പൂർത്തിയായി സർവീസിൽ നിന്നും വിരമിച്ച ഡോക്ടർ പി മുരളിക്ക് വീണ്ടും മിൽമ MD-യായി പുനർനിയമനം നൽകുകയായിരുന്നു. 2.5 വർഷത്തേക്കാണ് താൽക്കാലിക നിയമനം. ഇതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി അനിശ്ചിതകാല പണിമുടക്ക് തുടരുകയാണ്. ഒരു വ്യക്തിക്കെതിരെയാണ് തങ്ങൾ സമരം നടത്തുന്നതെന്നും MD-യെ പുറത്താക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഓൾ കേരള മിൽമ എംപ്ലോയീസ് ഫെഡറേഷൻ INTUC സംസ്ഥാന സെക്രട്ടറി സുരേഷ് അമൃത വാർത്തകളോട് പറഞ്ഞു. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് 58 വയസ്സ് പൂർത്തിയായി സർവീസിൽ നിന്ന് വിരമിച്ച MD-യെ പുറത്താക്കാതെ ഒരു ഡയറികളും ഇനി പ്രവർത്തിക്കില്ല. അത് തന്നെയാണ് നമ്മുടെ തീരുമാനം. അദ്ദേഹത്തിനെ പുറത്താക്കാതെ പണിമുടക്ക് അവസാനിക്കുന്നുമില്ല. ഇത് തുടക്കം മാത്രമാണ്. മുൻപ് നടന്ന അഴിമതികൾ പുറത്തുവരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിയമനമെന്ന് CITU മിൽമയുടെ ജില്ലാ സെക്രട്ടറി പ്രശാന്ത് പറഞ്ഞു. ഇന്നുച്ചയ്ക്ക് 2:30 ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. എന്നാൽ MD-യെ പുറത്താക്കാതെ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. സഹകരണ നിയമപ്രകാരം മിൽമയിലെ ഒരു ജീവനക്കാരൻ 58 വയസ്സ് പൂർത്തിയാകുമ്പോൾ സർവീസിൽ നിന്ന് വിരമിച്ച് പോകേണ്ടതാണ്. എന്നാൽ ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഈ MD-ക്ക് ചില ഉദ്യോഗസ്ഥ തൽപര കക്ഷികളുടെ ആ ഒരു അനുഭാവം കാരണം വീണ്ടും പുനർനിയമനം കൊടുത്തിരിക്കുകയാണ്. ഇത് അഴിമതി നടത്താനും അഴിമതിക്ക് കൂട്ടുനിൽക്കാനും വേണ്ടി മാത്രമാണ് ഇത് നൽകിയിട്ടുള്ളത്. ആവശ്യം നടപ്പിലാവാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സംയുക്ത സമരസമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വന്നാൽ സംസ്ഥാനത്ത് പാൽ വിതരണത്തിൽ പ്രതിസന്ധി നേരിടുമെന്ന് തീർച്ച. PSC നിയമനത്തിനു വേണ്ടി സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഉദ്യോഗാർത്ഥികൾ സമരമിരുന്ന കാഴ്ചയെല്ലാം നമ്മൾ കണ്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് എല്ലാവിധ ആനുകൂല്യങ്ങളും കൈപ്പറ്റി വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനെ പുനർനിയമിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സംയുക്ത ട്രേഡ് യൂണിയനുകൾ രേഖപ്പെടുത്തുന്നത്. ക്യാമറാമാൻ സനിൽകുമാറിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.